ഗൈസ് ടുഡേ വി ആർ ഗോയിങ് ടു പിന്നെ പാക്ക് ഫ്രാൻസ് 1998. അപ്പോൾ നമുക്കിതിൽ ഡെസേലി, വിയേര ആൻഡ് തുറാം 3 കാർഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഗെയിമർ യാച്ചു എന്ന മസത്തായ നമ്മളുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടാണ്. ഓക്കെ, യാച്ചുവിൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടാണ്. മെയിൻ ടാർഗറ്റ് ഇതിൽ വന്നിരിക്കുന്നത് വിയേര തുറാമും. സോ വിയേര വിഷണറി പാസ് പ്ലസ് ലോങ് റീഡ് ടാക്കിൾ ആൻഡ് തുറാം വിത്ത് ലോങ് റീഡ് ടാക്കിൾ പ്ലസ് ഫോർസർ. ടാസ്ക് ആണോ ചോദിച്ചാൽ ടാസ്ക് അല്ല, ഇത് നമുക്ക് എടുത്തു കൊടുക്കാമതേ ഉള്ളൂ. പിന്നെ ഇതിൽ ബെസ്റ്റ് പ്ലെയർ ഏത് ചോദിച്ചാൽ വിയേര തന്നെയാണ്. ഒന്നുമില്ല, ബിക്കോസ് വിയേര വന്നിരിക്കുന്നത് ആങ്കർമാൻ ആയിട്ടാണ്. അറിയാലോ, നല്ല സ്റ്റാറ്റ്സ് വരും. എൻ്റെ ഇതിൻ്റെ ഒറിജിനലുണ്ട്, ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ്. എൻ്റെ ഒറിജിനൽ എടുക്കണില്ലേ, അല്ല ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണില്ല. പിന്നെ ഡെസേലി ടോപ്പിനാണ്, ഡിസ്ട്രോയർ കാർഡാണ്, 185 ഹൈറ്റ് വരുന്നത്, ഗുഡ് കാർഡാണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നതാണ് തുറാം വന്നിരിക്കുന്നത് ഫോർസസ് പ്ലസ് ലോങ് റീഡ് ടാക്കിൾ. ഓക്കെ, ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. അപ്പോൾ എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു സുഹൃത്തുക്കളെ. ഫസ്റ്റ് പിന്നെ എന്തായാലും കൊടുക്കാം. ഫസ്റ്റ് പിന്നെ നമുക്ക് ഡയറക്റ്റ് 900 കൊടുക്കാം. കമോൺ CF ഫ്രം ഫ്രാൻസ് ആൻഡ് ഇസ് തുറാമിന്റെ മകനാണോ? ഓ മറ്റവനാടാ, മച്ചാച്ച ഫ്രം ക്രിസ്റ്റൽ പാലസ്. ഫസ്റ്റ് ട്രൈൻ്റെ മെച്ചാച്ചനെ കിട്ടിയിരിക്കുന്നത്. ഫ്രാൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ CF ആണിത്. എംബാപ്പനെ മാറ്റിയിട്ട് ഇറക്കും. ഭയങ്കര ഫിസിക്കൽ നല്ല കളിയാട്ടോ, ടോപ്പ് ക്ലാസ് കളിയാണ് ഫിസിക്കല്. ദൈവമേ, കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പണ്ടും തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഡയറക്റ്റ് ഇടിയല്ല, ജാച്ചുവിനിട്ട് കിട്ടിക്കോളും. കിട്ടിയില്ലെങ്കിലും സീനില്ല. ജാച്ചു സോറി. എടാ തുറാമും വിയേര കേട്ടോ, ഇതാണ് നമ്മൾ രണ്ടും ടാർഗറ്റ് ഉള്ളത്. ഡെസേലിനെ കിട്ടിയാലും കുഴപ്പമില്ല. ഡെസേലിയുടെ നോക്കാം സ്റ്റാറ്റ്. ദെൻ ബാക്ക് വരാം. 1 ടാപ്പ്, 2 ടാപ്പ്, 3 ടാപ്പ്. 3 വട്ടമാണ് ഫ്രാൻസ് കപ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3 വട്ടം 3 വരെ തുറണം. കാരണം ഇത് ഫ്രാൻസിന്റെ ബാക്കാണ്. 98-ൽ ബ്രസീലിനെ തോൽപ്പിച്ചിട്ട്, അത് നിങ്ങൾക്കറിയാലോ. റൊണാൾഡോക്ക് ഇവർ മയക്കുമരുന്ന് കൊടുത്തിട്ട് ഇതാക്കാൻ നോക്കി, വയറിളക്കാനൊക്കെ നോക്കി. മയക്കുമരുന്നല്ല, വയറിളക്കത്തിന്റെ സീനൊക്കെ ആക്കാൻ നോക്കി. എന്നിട്ടൊക്കെ കുറച്ച് കൃത്രിമം കാണിച്ച് കപ്പടിച്ച ടീമാണ് ഫ്രാൻസ്. നമ്മൾ പിന്നെ അതിനെ കുറിച്ച് കുറ്റം പറയണില്ല. അത് വേറെ കാര്യം. 900 ലെറ്റ്സ് ഗോ. എടാ മാറിക്കത്ത്. ഇത് ഒലീസിയാണ്, നമുക്കറിയാം. മാറിക്കത്തില്ലേ സഡുവേ ബ്രോ. സെക്കൻഡ് ചാൻസ് ഓൾസോ വേസ്റ്റഡ്. വി ഡിഡ്ന്റ് ഗെറ്റ് എനി എപ്പിക് ഫ്രം സെക്കൻഡ് ഓൾസോ. ഫക്ക്ഡ് ഓഫ് മാൻ, കം ഓൺ ബ്രോ. കുഴപ്പമില്ല. അമ്മച്ചി കിട്ടിയോ തരുന്നു. നേരത്തെ കമന്റ് സെക്ഷൻ പറയണേ മല്ലു ബഫൺ പീപ്പൊക്കെ ഞാൻ കാണിച്ചുതരാം. സോറി ബ്രോ. മുഹമ്മദ് ഷാദിൽ, ഇറ്റ്സ് ഓക്കെ ബ്രദർ. ഇന്ത്യ ഓപ്പൺ ആയി ബ്രോ. എടാ സാധനം കിട്ടാൻ വല്ല ട്രിക്കൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും അങ്ങോട്ട് ചോദിക്കുക. തുറാമിനെ കിട്ടണം, വിയേരേനെ കിട്ടണം. ഞാൻ ഇതിന്റെ ഇങ്ങനെ സ്റ്റാറ്റ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ട് കാര്യമില്ല. കിട്ടുകയാണെങ്കിൽ ഭാഗ്യത്തിന് കിട്ടിയിരിക്കണം. ഓക്കെ, ദേവിയെ സാധനം കിട്ടിയാൽ മതിയായിരുന്നു. മൂക്കോണ്ടുള്ള സ്പിന്നത്. മൂക്കോണ്ടല്ലടാ കിട്ടണം നിനക്കൊരു ബ്രോ. ഗിവ് മീ സം എപ്പിക് ബ്രോ. എടാ 3 ട്രൈയിലും 0. ഇതെന്തൊരു കഷ്ടത്. ഈ പ്ലക്കലാണല്ലോടാ ഈ കൊണാമി. പിടിക്കണില്ല കേട്ടോ ഉമ്മാരെ, സത്യം പറയാലോ. ഉമ്മാരെ പ്രശ്നം എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ ആഴ്ച 6000 കോയിന് കറക്കി. സാധനം അതിൽ 2 എപ്പിക്കൊക്കെ കിട്ടി. അതൊക്കെ ശരി തന്നെയാണ്, 2 എപ്പിക്ക് തന്നെ. നമ്മുടെ ഇവനും കിട്ടി, ക്ലോസേനും കിട്ടി, മറ്റോനും കിട്ടി, ഗോഡ്സേനും കിട്ടി. പക്ഷെ എനിക്കതിൽ വേണ്ടത് ലാമിലായിരുന്നു, അവന്മാരെ തന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ഹസാഡിനെ ഇറക്കി 8000 കോയിൻ കൊടുത്തു. അതിന് ആകെ തന്നത് എനിക്ക് ഗാഡിയോളഞ്ഞാ. ഇങ്ങനെയുള്ള കുറച്ച് ഇല്ലായ്മകൾ അവന്മാരുടെ അടുത്തുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സ്പിൻ ചെയ്യണതും. പക്ഷെ എന്തുകൊണ്ടും ഒരു ഹോപ്പ് ഉണ്ട്. എല്ലാ വട്ടവും ഈ വട്ടവും ആ ഹോപ്പ് ഉണ്ടാവും വിചാരിക്കണം. കിട്ടിയാൽ മതിയായിരുന്നു പുല്ലി. മെയിൻ ടാർഗറ്റ് വിയേരനെ തന്നു കഴിഞ്ഞാൽ സന്തോഷമായി. ഇനിയും സ്പിൻ ചെയ്യാണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കാം. നോക്കാം. ഓൾവേസ് അഗൈൻസ്റ്റ് മീ ബ്രോ, ഒന്നും പറയണ്ട. റിഗഡാ, വെറും റിഗഡാ കൊണാമി. എന്നെ റിഗ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. അതും കിട്ടിയില്ല. മുട്ട. ഇതാ വരുന്നു. ഇതാരനീ? ആരടത്? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യം പറയാലോ. 900 മൂഞ്ചോടാ. പേടിയതില്ലാതില്ല. എന്നാലും ഒരു ഹോപ്പ്. ഈ എറണാകുളം കെട്ടവന്മാരെ എപ്പോഴും ഇന്റെ അടുത്ത് മാത്രം അടങ്ങനെയുള്ളൂ. നീ ഒന്ന് ആലോചിച്ചു,
ആ പക്കുപട്ടിക്കൊക്കെ കൊടുക്കണം നസ്റ്റാ. ഓനൊക്കെ അവന്മാര് വെറുതെ ഇറക്കുമ്പോൾ കൊടുക്കണു. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നിട്ട് എൻ്റെ അവസ്ഥ എന്നിട്ട് അവൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ട് കരയുക. ഞമ്മക്ക് സാധനം കിട്ടില്ല. ഓനൊക്കെ ക്ലോസ് ചെയ്യുന്ന ഇതിനൊക്കെ എത്ര പെട്ടെന്ന് എടുത്തു കൊടുത്ത്. ഞാനിവിടെ ക്ലോസയ്ക്ക് വേണ്ടി ചത്തിട്ടും സാധനം കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മക്ക് യോഗ ഇല്ലാന്ന് ചിന്തിക്കണോ. ഇത് നമ്മുടെ അക്കൗണ്ട് അല്ല കേട്ടോ കൊണാമി, അതുകൊണ്ട് സാധനം എന്താ അളിയ. വീണ്ടും ഉമാര് ചാമ്പിനോട് എന്താടാ ഞാൻ പറയേണ്ടത് ഉമാരൊക്കെ. ആ ഇറ്റ്സ് ആൻ എപ്പിക് ബ്രോ, കം ഓൺ. വിയേര മതി. ആ ഡെസേലിന് തരാം. ഡെസേലി ബിഗ് ടൈം. ആ ഡെസേലി അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. തുറാമല്ലേ ആൻഡ് ഇറ്റ്സ് തുറാം. എടാ ഡെസേലിടാ, എന്തൊരു കഷ്ടാടവന്മാര്. എടാ വേണ്ടത് ആര് ഇവന്മാരുടെ അടുത്ത് ഇതാ പറ, വേണ്ട ആൾക്കാരെ നമ്മൾ ചോദിച്ചവന്മാര് തരില്ല. എടാ ഇവന്മാർക്ക് ഇങ്ങനത്തെ ഒരു ഇല്ലായ്മ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്താ പറയണേ? നിങ്ങളൊക്കെ അവന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ. തേങ്ങയുടെ മൂട്. എടാ എന്തൊരു കഷ്ടാണത് ബ്രോ. വൈ ഓൾവേസ് അഗൈൻസ്റ്റ് മീ ബ്രോ? ഐ ഡോണ്ട് നോ വൈ ദീസ് ഫക്കിംഗ് ഫെലോസ് ആർ ഡൂയിങ് ലൈക്ക് ദിസ്. കൊണാമി ഓൾവേസ് സിറ്റ് ബ്രോ. ദേ ആർ നോട്ട് സപ്പോർട്ടിങ് മീ പ്രോപ്പർലി. When I need Thuram and Vieira, they are giving me Deseli. I thought Deseliക്ക് ആ ആനിമേഷൻ വരുന്ന ബിഗ് ടൈമിന്റെ അതാ പറയും വന്നില്ല. ഇവന്മാര് എന്താ അച്ചീവിറ്റിലത്തെ ഇത് കാണിക്കണേ? എന്തൊരു കഷ്ടമാണ്. നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി അതിനെ എതിർത്ത് നിൽക്കാനും ഇവന്മാരുള്ള എപ്പോക്കാലും. ഇരട്ടക്കുട്ടികളെ പോലെ ഉണ്ട് രണ്ടിനെയും കാണാൻ. എന്തേലും ആവട്ടെ, കറക്റ്റ് തന്നെ. ചാച്ചു ബ്രോ കമന്റ് കാണണ്ട്, കമന്റ് ഉണ്ടാവില്ല. കഴിഞ്ഞിട്ട് രണ്ട് തെറി വരാനാവും ചെങ്ങായി ഇരിക്കണ്ടാവുക. എന്തേലും ആവട്ടെ, കറക്റ്റ് എന്തായാലും. ഇനി എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് പോവാം. എടാ ഒന്ന് തായോടാ, എന്താ അങ്ങനെ ചിരിക്കടാ. നിങ്ങൾക്കൊക്കെ ചിരിച്ചിട്ട് എന്ത് കിട്ടാനാ? എടാ നിങ്ങൾ നമ്മുടെ അടുത്തത് ചിരിക്കാളായാലും അവന്മാർക്ക് പുറത്ത് ബിഗ് ടൈം മൂജിക്കൽ. അത് ബിഗ് ടൈം മൂജിക്കൽ. ഇത് 5 സ്റ്റാറിന്റെ, ഇത് 4 സ്റ്റാർ മൂജിക്കല. എടാ എന്തൊരു കഷ്ടാണ് സാധനം. നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം എന്താ തരാത്തവന്മാര്. നമ്മളോട് എന്താ പ്രത്യേകിച്ച് വിരോധം വല്ലോണ്ട് ഈ കൊണാമിക്ക്? നമ്മൾ ആരെപ്പോൾ കറക്കിയാലും ഇത് തന്നെ അവസ്ഥ. ഇത് ഡെസേലിന് വേണ്ട പറയുമ്പോൾ ഡെസേലിന് ഇങ്ങോട്ട് എടുത്ത് തന്നിക്കണം. കഴിഞ്ഞ വട്ടം ക്ലോസിയും കോഡ്സിയും വേണ്ട പറഞ്ഞപ്പോൾ ഉണ്ട് ഇവിടേക്ക് നിന്നിട്ട് ആ ഗോഡ്സേനും ക്ലോസേനും എടുത്ത് തന്നിക്കണം. ലാമിന് ചോദിച്ചാൽ ഗോഡ്സേന് ഇതിനും തരും, അപ്പം തരില്ലേ ബിഗ് ടൈമിന്. ഇപ്പം ബിഗ് ടൈം എടുത്ത് തന്നിക്കണമാര്. എന്തൊരവസ്ഥ അറിയോ. നമ്മുടെ വിഷമം ആരോട് പറയാനാ? അടുത്ത DMF ഇത് മാറി കത്തില്ലടാ. മൊട്ട വർത്താനല്ലാണ്ട് ബ്രദർ. സോറി ബ്രോ. എന്താടാ ഇത്? ഇടയ്ക്ക് കൂലിങ്ങനെ പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ, അത് എന്താ ഞാൻ പറയാ. കിട്ടും എന്തായാലും, കിട്ടാണ്ടിരിക്കില്ല. സാധനം കിട്ടും തന്നെ എൻ്റെ എപ്പോഴും മനസ്സ് പറയണത്. 80 പ്ലേയേഴ്സേ ഉള്ളൂ, അത് കിട്ടുന്ന എൻ്റെ പ്രതീക്ഷ. വല്ലാത്തൊരു വെറുപ്പിക്കലായി പോയില്ല. എന്നാലും ഇവന്മാര് എന്താ ഓൾവേസ് ഇങ്ങനെയാണല്ലോ ഇവന്മാര്, മൊട്ടക്കണ്ണന്മാര്. പൊസിഷൻ ഇട്ട് കറക്കുമല്ലോ. ഓക്കെ, ഷോർട്ട് പൊസിഷൻ പെട്ടിയിലേക്ക് ഇട്ടിക്കൂട്ടോ പിടിച്ചിട്ട് ഞാൻ പൊസിഷൻ ഇട്ടുണ്ട്. പൊസിഷൻ ഇട്ട് കറക്കാൻ പറഞ്ഞു. പൊസിഷൻ ഇട്ട് കറക്കാൻ പോവാണ്. അത് പറഞ്ഞതാരാണ്? ഗെയിമിംഗ് ടെക്. ഓക്കെ, ചെക്കൻ പറഞ്ഞ പോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അത് നമുക്ക് സെറ്റ് ചെയ്യാം. Here we go again. മുത്തേട എനിക്ക് അറിയായിരുന്നു ഓനൊരു സ്പാർക്ക് ഉണ്ടാ. ഞാനത് അവന്റെ കമന്റ് നോക്കിയത്. അല്ലെങ്കിൽ ഇവിടെ എത്ര പേര് കമന്റ് ഇട്ടതാ, ഞാൻ നോക്കിയത് അറിയാം അവന്റെ മാത്രം. എനിക്കറിയാം ഓനൊരു സ്പാർക്ക് ഉണ്ട്, ഓൻ സീനാന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് അത് ചെയ്തത്. നീ പൊളിയാടാ മുത്തേ, സാധനം കിട്ടിയത് കണ്ടില്ലടാ. വിയേര മതി. അതന്നെ, അത് ഇപ്പൊ ഉണ്ടറിയാ വിയേരാന്ന്. നമ്മക്കറിയണല്ലേ വിയേരനെ. ലെറ്റ്സ് ഗോ ബ്രോ. കിട്ടിയടാ വാടാ. ആർക്കാടാ ഇനി പറയണ്ട്? ചിരിക്കട നിങ്ങൾ കമന്റിൽ നടന്നിട്ട് ഇനി ചിരിക്കുങ്ങള്. ഇനി 2 സ്പിന്നും കൂടി ഉണ്ട്. അതിൽ ഞാൻ മറ്റവങ്കാരെ ഇടുമ്പോൾ നിന്റെ ഉള്ളിൽ പെടയും. ഓക്കെ, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് കേരളത്തിൽ ഭയങ്കര കരച്ചില്ല. ഇനി ഇതും കൂടി ആകുമ്പോൾ ഈ കമന്റിലും കൂടി നിങ്ങൾ കരയും. പറഞ്ഞേ തീരും മുത്തേ. ഞാൻ ആരുടെ ട്രിക്ക് നോക്കണ്ട്? പൊസിഷൻ ആക്കി കറക്റ്റ്. ഓക്കെ, ഓന് പറഞ്ഞിട്ട് പൊസിഷൻ ആക്കി ഇറക്കാം. ഇനി ഓൻ്റെ വിഷമം വേണ്ട. പൊസിഷൻ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓൻ പൊസിഷനാക്കി ഇറക്കാൻ പറയുള്ളൂ. പക്ഷേ ബാക്കിൽ വന്നിട്ട് ഈ ട്രിക്ക് നോക്കാൻ എൻ്റെ ടാർഗറ്റാ. ഓക്കെ അല്ല, എൻ്റെ ഇതാണ്. ഓക്കെ, 2 1 2
1 2. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. കമോൺ ബ്രോ, ലെറ്റ്സ് ഗോ. പറ. കുഴപ്പമില്ല. എന്തിന് നമ്മളെന്തിനും വിഷമിക്കണം. നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടി. പക്ഷെ ആ ഡെസൈലിനോമാർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഡെസൈലി എസ്താബിയോ അടുത്ത വേൾഡ് കപ്പിനേലും കളിക്കറാ. കപ്പില്ലട മുത്ത, അതുകൊണ്ടപ്പോ അടുത്ത വേൾഡ് കപ്പ് കളിച്ചേക്കാൻ. ഇനി നമുക്ക് മുത്ത 900 കോയിന് വേണ്ടിയിട്ട് ഒരു സ്പിൻ. അതിന് മുമ്പ് ഒരു 100 ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് 100 ആദ്യത്തെ ഒരു ചെറിയൊരു കുളത്തരി. ഓടിയല്ല, ഇത് ക്രൂഷ്യൽ ആട്ടോ. ഇനി ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണിത്. ഓക്കെ, അവസാന സ്പിന്ന്. ഓക്കെ, അവസാന സ്പിന്നാണിത്. ഇതിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കിനി വേണ്ടത് ഇതിൽ ആകെ ഒരു പ്ലെയറെ മാത്രം. ആദ്യം നമ്മൾ ഷോർട്ട് ചെയ്ത് ഓവർ റേറ്റിംഗ് അടിക്കാം. അപ്പോൾ തുറാം വരും. തുറാം വന്നിട്ട് ഇതാ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. ഓവർ റേറ്റിംഗ് അത്യാവശ്യമുണ്ട്. ഡിഫൻസീവിലും അത്യാവശ്യം കുഴപ്പമില്ല. സ്പീഡ് ആക്സലേഷൻ ഒക്കെ ഉണ്ട്. ഡിഫൻസീവ് സ്കിൽസ് അല്ലാണ്ട് ഫോർസസ് പ്ലസ് ലോങ് റീടാക്കിളാണ് മൂപ്പര് വന്നിരിക്കുന്നത്. ഇത് മൂപ്പര് ഇട്ടിട്ട് 1 2 3 വട്ടം തൊട്ടു. ഇനി ബാക്ക് വരിക. ദെൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കി നിന്നിട്ട് 1 2 3 3 വട്ടം ഒരു കപ്പ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി 98 കപ്പും കൂടി. കമൗണ്ട് കിട്ടിയാൽ മതി. ചേർത്ത് പട്ടാറും കിട്ടിയില്ലടാ. മോജി കുഴപ്പമില്ല. ഒരെണ്ണം കിട്ടിയില്ല. പക്ഷെ 900-ലൊക്കെ 9000-ലൊക്കെ ഒരെണ്ണം കിട്ടിച്ചാൽ അത് വല്ലാത്തൊരിതാ. ഓക്കെ, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കുഴപ്പമില്ല എന്നല്ല മൂപ്പര് കുഴപ്പമില്ല. ഒന്ന് ഡിയാറ്റു ബ്രോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. തമാശ കളിക്കല്ലേ. പറ. 2 സ്പിന്നിൽ കിട്ടുമോ? തുറാം ഈസ് ഇമ്പോർട്ടൻറ്റ് ഗായ്. ഇയാളെന്തായാലും എടുത്തേ തീരൂ. എന്തായാലും പെട്ടെന്ന് കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. തായോ. കമോൺ ബ്രോ. ഇതാരെ എംബാപ്പയോ? ഇയാളെന്താ വെള്ള ജേഴ്സിയില്? ഇയാൾക്കിപ്പോൾ എന്താ ഫ്രാൻസിന്റെ ജേഴ്സി ഇല്ലേ? ബാക്കി എല്ലാവരും ഫ്രാൻസിന്റെ ജേഴ്സിയിൽ വരും. ഇയാൾ മാത്രം എന്താ ഈ ഇതിൽ വരുന്നേ? നമുക്ക് മനസ്സിലാവണില്ല. തേങ്ങയുടെ മൂട്. ഇനി എടാ കിട്ടിയാൽ മതിയായിരുന്നടാ പുല്ല്. തുറാം 100 വെച്ചിട്ട് ആദ്യം കൊടുക്കാം. 900 എന്നിട്ട് അവസാനം പിടക്കണായിരിക്കും ബെറ്റർ. CMF കാർഡ്. നോ ബേ മാൻ. മാര് പണ്ണല. അടുത്ത 100. 100 കുഴപ്പമില്ല. 100 പോട്ടെ, വിഷയല്ല. 900 കിട്ടിയാൽ മതി ലാസ്റ്റത്തെ. RB അഗെയിൻ. ഡിക്റ്റേറ്റർ ഗായ്. അഗെയിൻ ഗാർസിയോ ഒക്കെ വരുന്നു മോനെ. അടുത്ത 100. മൺഡേ പാക്ക് ഏതാ? സീൻ സ്നീക്കർ ഇല്ലേ മറ്റേ DMF നമ്മുടെ ഇതിലത്തെ ജർമ്മനിയത്തെ ഓൻ വരുന്നുണ്ട്. പിന്നെ ബാങ്കോസ്റ്റ് വരുന്നുണ്ട് നമ്മളുടെ ഇതിലത്തെ നെതർലാൻഡ്സിലത്തെ. പിന്നെ സുവാരസ് ഫ്രം ഉറുഗേ. ഇനി ഒരു 100 കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഒരു 900-ൽ സാധനം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഗുദാ ഹുവ. എടാ എന്താടാ അതിൽ ലാസ്റ്റത്തെ എന്തായിക്ക്. ഈ അടുത്തായിട്ട് പാക്കിൽ ഭയങ്കര ലക്ക് കുറവായിട്ട്. നമ്മൾ വിചാരിക്കുന്ന ടാർഗറ്റ് നമുക്ക് ഒറ്റയടിക്കൊന്നും തരുന്നില്ല. എനിക്ക് എപ്പോഴോ തന്നത് അത് ഒറ്റയടിക്ക് തരില്ല. എന്നാൽ പെല വന്നപ്പോൾ വെറുതെ 900 കളിക്കുമ്പോൾ 900-ൽ പുസ്കാസ് പെലേനെ കിട്ടി. ഐ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. താങ്ക് യു കൊണാമി ഫോർ ദാറ്റ്. എന്നാലും പറയാണ് താടാ. ബ്രോ അഗെയിൻ ആൻഡ് അഗെയിൻ മൂജിക്കല. നോ വേ ബ്രോ. യാച്ചു അഗെയിൻ ഷിച്ച് മൂജിച്ചുണ്ട്. അതും പോയി. എന്തിനു കൊള്ളാം കൊണാമി, എന്തിനു കൊള്ളാം. ഇനി ഇതിൽ നമുക്ക് സ്പിൻ ചെയ്തൊക്കെ 20 പേരായിട്ടുള്ളൂടാ. ഇനി ഇതിൽ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? 24 പേരുണ്ട്. ലാസ്റ്റത്തെ 10-ലേക്ക് ആക്കി ഈ തുറാമിനോമാരിന്. ഈ അടുത്തായിട്ട് ഭയങ്കര കഷ്ടകാലമാണ് ഈ ബാക്ക് ഓപ്പണിങ്ങിൽ. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. കിട്ടി പോയ വഴി. നെക്സ്റ്റ് 900. ഹിയർ വി ഗോ. എന്ത് സന്തോഷം. എടാ അവസാനം വരെ മൂഞ്ചിച്ചിട്ട് ഇപ്പോഴത്തെ തന്നൊക്കെ ഈ നായക്കള് തുറാമിനെ. വില്യം സലീബ വന്നിട്ട് തുറാമ് വരും. അതാണിത്. തുറാൻ മുട്ടിയ പോലെയാണ് അവസാനവന്മാർ കൊണ്ടുവന്ന് തന്നത്. അത് വല്ലാത്തൊരു ചതിയായി പോയി. സാധനം കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ്. നമ്മൾ ചെട്ടി.
നമ്മൾ ഞെട്ടല്ല നൊട്ട് ചെയ്ത് ഇവന്മാരെ കൊണ്ട് തോറ്റിനെ. ഹാ ബ്രോ പ്ലെയർ വാല്യൂ ചെയ്യുമ്പോൾ 900 കോയിൻ. പ്ലെയർ വാല്യൂ പറയുന്നില്ല. ലാസ്റ്റത്തെ ഒരു 10 പ്ലേയേഴ്സിന് വെച്ചിട്ട് അവന്മാർ തന്നേക്കുക. എന്തിനുള്ള നായി.